എല്ലാ മാന്യ പ്രേക്ഷകർക്കും RJS ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറുപഴം, അതായത് ഇവിടെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിൽ ഇതിനെ അറിയപ്പെടുന്നത് നാണിപ്പൂവൻ പഴം, മറ്റുള്ള സ്ഥലങ്ങളിൽ രസകദളി. ഇതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പഴം കൊണ്ടുള്ള ഒരു പായസമാണ്. 500 ഗ്രാം നാണിപ്പൂവൻ പഴം, ഒരു പിടി ചവ്വരി, മുന്തിരിങ്ങ കുറച്ച്, ഒരു സ്പൂൺ മുന്തിരിങ്ങ, ഒരു സ്പൂൺ ചേർത്താൽ മതി. നെയ്യ് 25 ഗ്രാം, ചുക്ക് ഏലക്ക പൊടിച്ചത് 1 സ്പൂൺ, പാകത്തിന് ഉപ്പ്, ആവശ്യത്തിന് പഞ്ചസാര. ആവശ്യത്തിനെന്ന് പറഞ്ഞാൽ ചിലർ മധുരം കുറച്ചായിരിക്കും, ചിലർ കൂടിയതായിരിക്കും. ഇപ്പോൾ സർവ്വസാധാരണ കുറച്ചാണ് ചേർക്കാറുള്ളത്, കാരണം ഷുഗർ രോഗം. പിന്നെ 2 ഗ്ലാസ് പാല്, 2 ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാം. ചെറിയ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. മുന്തിരിങ്ങ ഇങ്ങനെ പുള്ളി വരും. അതിനുശേഷം നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഈ പഴം എടുത്തതിൽ തട്ടിക്കൊടുക്കാം. തട്ടിയത് നെയ്യിൽ മൂപ്പിക്കണം. മൂപ്പിച്ചതിൻ്റെ കളർ വേറെ ഒരു കളറിലോട്ട് വരും. ബ്രൗണും അല്ല വെള്ളയും അല്ലാത്ത കളറിലോട്ട് വരും. ടൈമിൽ വെള്ളം വെച്ചത് ഇതിങ്ങനെ മൂപ്പിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് മൂട്ടിപ്പിടിക്കും, കരിഞ്ഞു പോവും. പഴമാണ്. അപ്പം ഇതുപോലെ ഇളക്കണം. ചെറിയ തീയിൽ വെച്ച് ഇളം കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ പശുവും പാലും ഒഴിക്കാം. ഇതിൽ കുറച്ച് തിളപ്പിച്ച് നമ്മൾ നല്ലവണ്ണം തിളപ്പിച്ചാറ്റിയ വെള്ളം കൂടെ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് ഇത് വറ്റിക്കണം. ഇത് ഒരു പരുവത്തിന് വറ്റിച്ചെടുക്കണം. പാലും വെള്ളവും കൂടെ നമ്മളൊരു 15 മിനിറ്റ് നേരം തിളപ്പിക്കണം. തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. പാലിൻ്റെ അളവിലാക്കി നമ്മൾ എടുക്കണം, എങ്കിലേ ഇതിൻ്റെ രുചി വരുള്ളൂ. അതിനുശേഷം നമുക്ക് ചവ്വരി ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി, അതും ഒരു 10 മിനിറ്റ് വേവിക്കണം. അപ്പോൾ നമുക്കിനി ഇതിൽ ഏലക്കയും ചുക്കും കൂടെ പൊടിച്ചതും ഒരു സ്പൂൺ മതി. കുറച്ച് 500 ഗ്രാമേ ഉള്ളൂ. അതുകൊണ്ട് 1 സ്പൂൺ ചുക്കും ഏലക്കായും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. അത് ഒരു 5 മിനിറ്റ് നേരം ഇതിൽ കിടന്ന് വെന്ത് വരണം. ഇങ്ങനെ അതിൻ്റെ മണം ഇതിൽ പിടിക്കുകയുള്ളൂ. മഴവെള്ളയാണ്, അതുകൊണ്ട് സൗണ്ടിന് ചിലപ്പോൾ വ്യത്യാസം വരും. ഇനി നമുക്ക് ഇതിൽ പഞ്ചസാര ചേർക്കാം. അതായത് ഒരു 5 ടീസ്പൂൺ പഞ്ചസാര മാത്രമേ ഇതിന് ചേർക്കാവുള്ളൂ. കാരണം അത് മതി. അപ്പോഴത്തേക്ക് അതിൻ്റെ മധുരവും രുചിയൊക്കെ കൂടെ വരും. 25 ഗ്രാം നെയ്യ് തന്നെ എടുക്കണം. നെയ്യ് കുറഞ്ഞു പോകരുത്, രുചി കാണുകയില്ല. എന്നാൽ ഇതിൻ്റെ പ്രധാന ചേരുവ ഉണ്ട്, അതായത് മിൽക്ക് മെയ്ഡ്. അത് തൽക്കാലം ചേർക്കുന്നില്ല. അത് വാങ്ങിക്കാനുള്ള കാശില്ലാത്തതൊന്നും ആവശ്യമില്ല, ചേർക്കുന്നില്ല. അവസാനം ഉപ്പ്, ഒരു നുള്ള ഉപ്പ് ചേർക്കണം. എങ്കിലേ എല്ലാ പായസത്തിലും ഒരു നുള്ള ഉപ്പ് ചേർത്ത് നോക്കുക. അതിൻ്റെ രുചി എങ്കിലേ അത് വേറെ ഒരു നല്ല ഒരു രുചിയിലോട്ട് പോവുള്ളൂ. നമ്മളെ പോലെ ഉള്ളവരൊന്നും ഇതിനു മുമ്പേ ഈ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. പിന്നെ ഉപ്പ് ചേർത്ത് നോക്കിയപ്പോൾ അത് വേറൊരു നല്ല രുചിയായിട്ട് വന്നു. മധുരം ചേർത്താലും ശകലം ഉപ്പ് ചേർക്കണം. പഞ്ചസാര ഇട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് ഇളക്കണം. പഞ്ചസാര അവസാനം ചേർത്തത് ഇതിലുള്ള ഈ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഈ പഴം പിന്നെ കല്ല് പോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് അവസാനം പഞ്ചസാരയും ഉപ്പും അവസാനം ചേർക്കുന്നത്. നമുക്ക് ഇതിൽ അത്യാവശ്യത്തിനുള്ള സാധനങ്ങളാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് പ്രേക്ഷകർക്ക് ഇതുണ്ടാക്കണമെങ്കിൽ അണ്ടിപ്പരിപ്പ്, മിൽക്ക് മെയ്ഡ്, പിന്നെ ഇത് എസൻസ്, അതായത് കുറുത്തിച്ചക്കയുടെ എസൻസ്, ഇവയെല്ലാം ചേർക്കാം. പക്ഷേ എസൻസ് ഞാനിവിടെ ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ലെന്നേ ഉള്ളൂ. പിന്നെ ഇത് അണ്ടിപ്പരിപ്പ് സർവ്വസാധാരണമായിട്ട് വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ നമുക്ക് ചേർക്കണ്ട. പിന്നെ മിൽക്ക് മെയ്ഡ് അതും അത്യാവശ്യത്തിന് നമുക്ക് ചേർക്കാനുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ്. അത് വേണമെങ്കിൽ നമുക്ക് ചേർത്തുണ്ടാക്കാം. ശേഷം തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം. ആരും അതിനു വേണ്ടി
മടി കാണിക്കണ്ട, എന്തായാലും ഞാൻ അത് ഉൾക്കൊള്ളാം. എൻ്റെ ഒരു അനുജത്തി ലില്ലി, അവളാണ് എനിക്ക് ഇതിനെല്ലാം പ്രോത്സാഹനം തരുന്നത്. 2 ഗ്ലാസ് വെള്ളവും 2 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. വെള്ളം തിളപ്പിച്ചതിന് ശേഷമേ അതിൽ ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ വേറെ രുചിയിലോട്ട് പോകും. തിളച്ച വെള്ളം തന്നെ ചേർക്കണം. തിളച്ച വെള്ളം തണുത്തതായിരുന്നാലും കുഴപ്പമില്ല. അതിലൊഴിച്ച് നല്ലവണ്ണം ഒരു 3/4 പരുവം വരെ വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പഴം പായസം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പാത്രത്തിലോട്ട് പകർന്നു വയ്ക്കാം. അതിനുശേഷം നമുക്ക് രുചി നോക്കാം. അപ്പോൾ നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരു കർഷകൻ ഇവിടെ എത്തിയിട്ടുണ്ട്. കർഷകൻ രുചി നോക്കിയിട്ട് അതിന്റെ റിസൾട്ട് പറഞ്ഞു തരും. സ്കൂളിൽ പോയിട്ടില്ലാത്തതുകൊണ്ട് കൃഷിപ്പണികളാണ്, അതുകൊണ്ട് ഇതിന്റെ രുചിയൊക്കെ അറിയാൻ നല്ലതാണ്. കൊള്ളാന്നാണ് കർഷകൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഈ പഴം പായസം ഇവിടെ പൂർത്തിയാകുകയാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം, രുചി നോക്കണം. എനിക്ക് കമൻറ്റുകൾ ഇടണം, ലൈക്ക് ചെയ്യണം. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.